പ്രശാന്ത് സാർ നമസ്കാരം. നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയിലെ ചില സംഘടനകളൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ സംഘടനകളെന്ന് പറയേണ്ടതില്ല, ഡീപ് സ്റ്റേറ്റ് തന്നെ, അവർ നേരിട്ട് നൽകുന്ന, ഇന്ത്യയിലേക്കൊക്കെ നൽകുന്ന ചില ഫണ്ടുകളുണ്ട്. അതായത് ഇവിടത്തെ തെരഞ്ഞെടുപ്പിനെ വിപുലീകരിക്കുക, തെരഞ്ഞെടുപ്പിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിലൊക്കെയാണ് ആ ഫണ്ടുകൾ നൽകുന്നത്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. എന്തായാലും അത്തരം ഫണ്ടുകളൊക്കെ തന്നെ നിർത്തലാക്കിയിരിക്കുന്നു. ഇന്നലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നത് മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ടുകൾ നിർത്തലാക്കി എന്നൊക്കെയായിരുന്നു. അപ്പൊ അതിനെ അടിയിൽ വന്നിട്ട് ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളൊക്കെ മോദിയെ കളിയാക്കുന്നത് കേട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതൊന്നുമല്ല. അറിഞ്ഞു കളിച്ചതാണ് മോദിയുടെ ബുദ്ധി തന്നെയാണ് ഇത് നിർത്തലാക്കിയതിന് പിന്നിൽ എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് സാർ വിവരങ്ങൾ? അതെ, മോദി അമേരിക്ക സന്ദർശനത്തിന് പോയി. ആദ്യമേ സന്ദർശനം അല്ലെങ്കിൽ ചർച്ച നടത്തിയത് മസ്കുമായിട്ടാണ്. മസ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിയാണ്. ആ വ്യവസായി തന്നെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് ആക്ട് ചെയ്യുന്ന ആള് മസ്കിന്റെ ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അതായത് ഡോജ് എന്നാണ് പുള്ളിയുടെ, അതിന്റെ മേധാവിയാ പുള്ളി. അപ്പൊ പുള്ളി ഈ അമേരിക്കയിൽ, അതായത് നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹവുമായിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം ചർച്ച നടത്തി. അതിനകത്ത് ബിസിനസ് കാര്യങ്ങളുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളുണ്ടാവുമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ലഭ്യമല്ല. ഏതായാലും മോദി അമേരിക്കയിൽ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തി. ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾക്ക് കേൾക്കേണ്ട ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ആവശ്യങ്ങളൊക്കെ പത്രത്തിൽ കൂടെ ഒക്കെ വന്നു, അല്ലെങ്കിൽ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അപ്പം അതിനകത്ത് നമുക്ക് ചില കുറ്റവാളികളെയൊക്കെ തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഈ അമേരിക്ക രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ടുകളുണ്ട്. അത് രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്ക ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടല്ല, രാജ്യങ്ങളുടെ NGOസിന് കൊടുക്കുന്ന ഫണ്ട്. ഈ ഫണ്ടുകളാണ് നിർത്തലാക്കിയിരുന്നത്. പല രാജ്യങ്ങൾക്കകത്ത് ഇന്ത്യക്ക് കൊടുക്കുന്നത് ഏതാണ്ട് $21 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ ഈ പറയുന്ന ഡെമോക്രാറ്റ്സിന്റെ കാലത്ത്, അതായത് ബൈഡൻ ഇരുന്ന കാലത്ത് ഇവിടെ കൊടുത്തോണ്ടിരുന്നത്. അത് ഇവിടുത്തെ ഏതൊക്കെ NGOസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ കൃത്യമായ വിവരമില്ല. പക്ഷേ ആരൊക്കെ മേടിച്ചു എന്നതിനെ പറ്റി എനിക്കും ഭാരതത്തിനൊക്കെ ചെറിയ ധാരണ ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ നേപ്പാളിന് കൊടുക്കുന്ന ഫണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിന് കൊടുക്കുന്ന ഫണ്ട്. ബംഗ്ലാദേശിനൊക്കെ ഈ പൊളിറ്റിക്കൽ ഇതന്നെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോട്ടേഴ്സ്, അതിന് കൊടുത്ത വോട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കകത്ത് നിൽക്കുന്ന വോട്ടർമാരെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഫണ്ട്, ബംഗ്ലാദേശിൽ പൊളിറ്റിക്കൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ഫണ്ട്, അതുപോലെ തന്നെ നേപ്പാളിൽ ഈ പറയുന്ന ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട്. അതായത് ഈ രാജ്യങ്ങളിലെല്ലാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്യാതുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇതിന്റെ വേറൊരു പേരാണ് അല്ലെങ്കിൽ മുഖമാണ് ഈ ഫണ്ടൊക്കെ കൊടുത്തിട്ട് രാജ്യങ്ങൾ എങ്ങനെ വേണം, ലോകത്തിനകത്തുള്ള രാജ്യങ്ങൾക്കകത്ത് ആര് ഭരിക്കണം, ആ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാവണം, ആരുടെ ഭരണകൂടം നിലനിൽക്കണം, ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് അമേരിക്ക ഇടപെടുന്നു എന്നുള്ളതിന് തെളിവാണ്. ഏതായാലും മസ്കുമായിട്ട് സംസാരിച്ചു. മസ്ക് ഡ്രോജിന്റെ തലവനാണ്. മസ്കിന്റെ അടുത്ത് പറഞ്ഞു ഇന്നതുപോലെ 2024 പല ഘട്ടങ്ങളിലായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടന്നു. അത് യൂട്യൂബും ഫേസ്ബുക്കും മാധ്യമങ്ങളെ സ്വാധീനിച്ചും അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തി ചില NGOസിന്റെ സഹായത്തോടു കൂടി ഒക്കെ ആയിരുന്നു ഗവൺമെന്റ് മനസ്സിലായിട്ടുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് 2024 ഇന്ത്യ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ സാധിച്ചത്. ഇതിന്റെ ഫണ്ട് പലഘട്ടം നമ്മൾ അന്വേഷിക്കുമ്പോഴും അല്ലെങ്കിൽ പല രാജ്യങ്ങളും നമുക്ക്, റഷ്യ അടുത്ത് പറഞ്ഞല്ലോ, അമേരിക്ക ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനകത്ത് ബന്ധപ്പെടുന്നു, ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇടപെടുന്നു. റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശമായിരുന്നു. അപ്പൊ ഇതിനെ സ്വാധീനിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം വ്യക്തമായി മസ്ക് പറഞ്ഞു ഇതുപോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഡെമോക്രാറ്റ്സിന്റെ നേതൃത്വത്തിൽ ഇത്രയും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് $29 ബില്യൺ, അതായത് 200 കോടി രൂപയോളം വരുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട്. അതുപോലെ തന്നെ അത്രയും തന്നെ തുക ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്, അതുപോലെ നേപ്പാളിന് കൊടുക്കുന്നുണ്ട്, വേറെ ചില രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും ചർച്ച കഴിഞ്ഞു, മോദി തിരിച്ചു പോരുന്നു. മസ്ക് ഈ ഫണ്ടുകൾ, ഈ NGOസിന് കൊടുക്കുന്ന ഫണ്ടുകൾ ഇന്ത്യക്ക് ജനാധിപത്യ സംവിധാന വോട്ടർമാരെ ക്രമീകരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇനി ഫണ്ട് കൊടുക്കുന്ന പരിപാടിയില്ല. എനിക്ക് തോന്നുന്നു ആ ഫണ്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലാത്ത ഇനി പപ്പുമോനൊക്കെ എന്തോ ചെയ്യുന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് അറിയത്തില്ല. ഏതായാലും നിങ്ങൾ ബ്രൂറാത്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ
അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനകത്ത് വന്ന് റീച്ച് പ്രതാപൻ എന്ന് കണ്ടായിരുന്നല്ലോ. അയാളായിരുന്നല്ലോ ഇന്ത്യ പ്രബുദ്ധമാക്കുന്നത്. അവൻ ജർമ്മനിയിൽ ഇരുന്ന ഇന്ത്യ പ്രബുദ്ധമാക്കുന്നേ. അതായത് നമ്മളീ പറയുമ്പോൾ നമ്മളീ സംസാരിക്കുന്ന യൂട്യൂബിനകത്തൂടെ യൂട്യൂബിന്റെ റീച്ച് വരെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സോറോസ്. സോറോസിന്റെ ഫണ്ട് വെച്ചിട്ടില്ലേ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ. ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ അറിയാമല്ലോ പ്രശാന്ത് ഭൂഷൺ ആരാ? സത്യസന്ധനായ, അത് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി, ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി എന്നും ഓരോ ഹർജികൾ കൊണ്ട് സുപ്രീം കോടതി കൊടുത്തിരുന്നു. അവസാനം സുപ്രീം കോടതി മൊത്തത്തിൽ പരിശോധിച്ച് ഇയാളെ അച്ഛനെയൊക്കെ ഓർത്ത് അയാളൊരു നല്ല മനുഷ്യനെ നമ്മളെ പറയല്ലേ. ചിലപ്പോ നമ്മളെന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ചാൽ കവലയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും നിന്നെ ഓർത്തല്ല നിന്റെ തന്തെ ഓർത്താണ്. അത് പ്രശാന്ത് ഭൂഷന്റെ തന്തെ ഓർത്തായിരിക്കും ഒരുപക്ഷെ സുപ്രീം കോടതി. അവസാനം സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളൊരു NGO ഉണ്ടാക്കുക, എന്നിട്ട് ആ NGO യുടെ പേരിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പല ഹർജികൾ തരുമോ, ഈ ഹർജികളൊക്കെ എടുത്ത് രാവിലെ മേട്ടുവിടുന്നത് മെനക്കെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിക്ക് സമയമില്ലാന്ന് തീരുമാനിക്കും. ഞാനിപ്പോ പ്രശാന്ത് ഭൂഷന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഇടപെടലിന് വേണ്ടി രാജ്യത്തിനകത്ത് ഇതുപോലെ രാജ്യത്തെ ന്യായമായിട്ട് പോകുന്ന രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ആ രാജ്യത്തിന്റെ ഭരണം സുതാര്യമല്ലെന്ന് കാണിക്കാനും ആ രാജ്യത്തിനകത്തുള്ള മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു, ചാനലുകളെ വിലക്കെടുക്കുന്നു, ഇതുപോലെ സമൂഹത്തിൽ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന നല്ലവരുടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ വിലക്കെടുക്കുന്നു, വേണ്ടി വന്നാൽ കോടതിയെ വിലക്കെടുക്കുന്നു. ഇതിനെല്ലാം വേണ്ടി ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നു. അതിന് NGO അവർക്ക് താല്പര്യമുള്ള NGOസിനെ കണ്ടെത്തുന്നു. അത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ 2024 തെരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് അത്തരത്തിലുള്ള ഒരു ഫണ്ട് വന്നിട്ട് അമേരിക്ക ഇന്ത്യയുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന് കുഴപ്പം വരുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഇനി പൈസ മുടക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യക്കാരായിട്ടുള്ള NGOസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ ഒന്നുമുള്ള കാര്യം ഉണ്ടാവത്തില്ല. എല്ലാരും ചോദിച്ചു അയ്യോ നരേന്ദ്രമോദി അവിടെ ചെന്നു ആദ്യമേ മസ്കിനെയാണല്ലോ കണ്ടോ. ആദ്യമേ മസ്കിനെയാ കാണണ്ടേ. നമ്മൾ പറയത്തില്ലേ ഈ മന്ത്രിമാരെ കാണുന്ന ഒരു കാര്യം സഹായിക്കുക. പ്രതാപൻ മന്ത്രിയാണ്, പ്രതാപന് ഭയങ്കര തിരക്കുള്ള ആളാണ്. പ്രതാപന്റെ ഏറ്റവും പെറ്റാരായിരിക്കും എന്നറിയാം. പ്രതാപനെ മന്ത്രിയായിട്ട് ജയിപ്പിച്ച ആളും മറ്റേ ആളും അല്ലെങ്കിൽ അവരൊക്കെ ആയിരിക്കുമെങ്കിലും പ്രതാപനെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന ആ ഡ്രൈവർക്കാണ്. പ്രതാപന്റെ വണ്ടി ഓടിക്കും അറിയാം. നമ്മളൊരു കാര്യം ആ ഡ്രൈവർ അടുത്ത് പറഞ്ഞാൽ മതി, പ്രതാപ എന്നെ പോലെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ചു. അപ്പം ഈ മന്ത്രിയെ ഈ കാര്യം മറന്നുപോയാലും ഈ ഡ്രൈവർ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ഇവിടുന്ന് നരേന്ദ്രമോദി ആദ്യം ചെന്ന് അദ്ദേഹം ഫ്രാൻസിൽ ചെന്ന് ചില കരാറുകളും കാര്യങ്ങളും താല്പര്യങ്ങളും ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രതിരോധ കരാറും വ്യവസായത്തിനകത്തുള്ള ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഇതും അങ്ങനെ ചില കരാറുകളൊക്കെ ഒപ്പിട്ടിട്ട് അതിന്റെ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഇദ്ദേഹം അമേരിക്കയിൽ പോകുന്നത്. അമേരിക്കയിൽ പോകുമ്പോൾ ആദ്യമേ അദ്ദേഹം മസ്കിനെയാണ് കണ്ടത്. മസ്കിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ മസ്കിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുപ്പിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷമായിരിക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ആ കാര്യങ്ങൾ പറയേണ്ടത്. ഇന്ത്യയുടെ അല്ല, അമേരിക്കയുടെ പ്രസിഡന്റിനോട് ആ കാര്യങ്ങൾ പറയേണ്ടത്. ഈ മസ്ക് എന്ന് പറയുന്ന ആളിനെ കണ്ടപ്പോ ഇവിടെ ചില മാധ്യമങ്ങൾ പറഞ്ഞു എന്തിനാ മസ്കിനെ കാണുന്നത്, മസ്കിനെയാണോ കാണണ്ടേ, അമേരിക്കയുടെ പ്രസിഡന്റിനെ അല്ലേ കാണുന്നത്. മസ്കിനെ കണ്ടു. ഞാൻ പ്രതാപന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പ്രതാപൻ മന്ത്രിയാണെങ്കിൽ എനിക്ക് പ്രതാപനോട് അടുത്ത പരിചയം ഉണ്ടെങ്കിൽ പ്രതാപന്റെ അടുത്ത് പറയുന്ന കാര്യം പ്രതാപന്റെ ഡ്രൈവറുടെ അടുത്തൂടെ പറയാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. മാത്രമല്ല പ്രധാന ഡ്രൈവറോടുള്ള കമ്മിറ്റ്മെന്റ് ഇപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് പോലും കാണത്തില്ല. കാരണം അത് വേറൊരു അയാളെ കൊണ്ട് നടക്കുന്ന ആൾ, അയാളുടെ കൂടെ എപ്പോഴും ഉള്ള ആൾ, അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾ, അയാളുടെ ജീവൻ രക്ഷിക്കുന്ന ആൾ. അപ്പൊ ആ രീതിയിൽ ബന്ധങ്ങൾക്ക് വലിപ്പം എന്ന് പറയുന്നത് പൊസിഷന്റെ അനുസരിച്ചല്ല. മസ്കിനോടുള്ള ബന്ധം ഈ പറയുന്ന ട്രംപിനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാരും തള്ളിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടി നിങ്ങളെ ലോകത്തിന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് അല്ലെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കിയിട്ടേ ഞാൻ മാറത്തുള്ളൂ എന്ന് രണ്ടും കൽപ്പിച്ച് നിന്ന മസ്ക്, ആ മസ്കായപ്പോ അദ്ദേഹത്തിന് അയാളെ കാര്യം തീരുമാനിക്കുന്നു. അതുകൊണ്ട് അയാളോട് സംസാരിച്ചു 2024 നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രംപ് അനുഭവിക്കുന്ന പോലെ 8 കൊല്ലം അനുഭവിച്ച കാര്യം ഞാൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, എന്റെ രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വിഘ്നം നിൽക്കുന്നതിന് വേണ്ടി ഫണ്ട് ചെലവാക്കുന്ന രാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക. അത് നിങ്ങളുടെ ബൈഡനാണ് ചെയ്യുന്നത്. അതിന് ഫണ്ട് കൊടുക്കുന്നത് ഇവിടുന്നാണ്. അതിന് ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അത് ആവർത്തിക്കരുത്.
ട്രംപ് വന്നതിന് ശേഷം അങ്ങനെ ആവർത്തിക്കത്തില്ല എന്നാണ് ഇന്ത്യ മഹാരാജ്യം വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചു. മസ്ക് നരേന്ദ്രമോദി അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴത്തത് അത് നിർത്തി. അയ്യോ പാവം, ശരി. ഇനി പപ്പുവും കൂട്ടരും ഇവിടുത്തെ NGOസും അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷണും ഇന്ത്യയിലെ ഈ നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ ഇന്ത്യയെ തിരുത്താൻ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. ഏതാണ്ട് 200 കോടി രൂപ വെച്ച് ഒരു കൊല്ലം കിട്ടിക്കൊണ്ടിരുന്ന് അങ്ങ് നിന്നു. അപ്പം ആ രീതിയിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഈ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2024 ഇവിടുത്തെ അരുൺ ദ്രാട്ടിയെ പോലെയും അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഒരു ലേഖനം എഴുതുന്നതിന് ഏതാണ്ട് 300 രൂപ വെച്ച് മേടിച്ചവരും അല്ലെങ്കിൽ ഇവിടെ വ്യാജ പ്രചരണം നടത്തിയവരും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒന്നും കാണാതെ ഒന്നും അറിയാതെ രാഷ്ട്രീയം അറിയാതെ പറഞ്ഞത് അടുത്ത പ്രാവശ്യം മോദി അധികാരത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞതിന്റെയും ഒക്കെ പിറകിൽ ഇതുപോലെ അമേരിക്ക പോലെയും അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്നത് പോലെ വെളിയിൽ നിന്ന് നമ്മളുടെ രാഷ്ട്രീയത്തെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തെയും അട്ടിമറിക്കാൻ ഫണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് താഴെ തട്ടിൽ വില കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു 2024 മോദി അധികാരത്തിൽ വരത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഈ പറയുമ്പോൾ ലോകം മൊത്തവും നിയന്ത്രിച്ചിരുന്ന ഇതുവരെ നിയന്ത്രിച്ചിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാവണമെന്ന് തീരുമാനിച്ചിരുന്ന ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് പോലും ഇപ്പൊ വന്ന ട്രംപിന്റെ കാര്യമല്ല, അതിന് മുമ്പിരുന്ന ബൈഡന് പോലും എത്ര തീരുമാനിച്ചണക്കുകയും എത്ര ചെലവാക്കിണക്കുകയും ഇവിടുത്തെ സംവിധാനത്തെ അല്ലെങ്കിൽ മോദിയുടെ സംവിധാനത്തെ അതിന്റെ പുറകിൽ ഒരുപക്ഷെ എല്ലാരും പറയുന്നത് പോലെ RSS സംവിധാനത്തെ ഈ ഡീപ് സ്റ്റേറ്റിന് മറികടക്കാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ ഡീപ് സ്റ്റേറ്റിനെ മറികടന്ന് ഇന്ത്യയുടെ താല്പര്യങ്ങളും ജനാധിപത്യവും പുരോഗതിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ വളർച്ചയും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നരേന്ദ്രമോദി പറയുന്നതിനൊരു വിലയുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വിലയുള്ളത്. ഇന്ത്യക്ക് വല്ല ഉണ്ട്, പ്രധാനന്റെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിലേ പ്രധാന അംഗീകാരമുള്ളൂ എന്ന് പറയുന്നതൊക്കെ. പ്രധാനൻ കൊള്ളാവുന്ന ആളെങ്കിലേ പ്രധാനന്റെ കൂടെ 10 പേര് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പ്രധാനെ കാണുമ്പോൾ ശരി ലവം വരുന്നു പോയേക്കാന്ന് പറയും. ഇപ്പൊ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയട്ടെ, എടാ റഷ്യ യുദ്ധം നടക്കുമ്പോൾ ഉക്രൈന്റെ യുദ്ധം നടക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറയുന്നു, അല്ലെങ്കിൽ യുക്രൈന്റെ അവിടുത്തെ പരമാധികാരി പറഞ്ഞു, അയ്യോ വന്നാട്ടെ ഒന്ന് ചർച്ച ചെയ്താട്ടെ. ഇസ്രായേലും അവിടെയൊക്കെ ഹമാസും തമ്മിലടിക്കുമ്പോ പറയുന്നു, അയ്യോ വന്നിട്ട് ചർച്ച ചെയ്തത്. ലോകത്ത് എവിടെ പ്രശ്നം നിന്നാലും നരേന്ദ്രമോദിയെ വിളിക്കുന്നത് എങ്ങനെ? നേരത്തെ ഇവിടെ നമുക്കറിയാം, ഇപ്പൊ 75 കൊല്ലം അതിനു മുമ്പ് എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും വിളിച്ചിരുന്നോ? ഇങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ? അതിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 ശേഷമുള്ള ഭരണം അത് ആരുടേതായിക്കോട്ടെ, എനിക്ക് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നത് അത് അംഗീകരിച്ചു കൊടുക്കണം. പല്ലുകുത്തി മണപ്പിക്കുന്ന സ്വഭാവമുള്ള ചില ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ജനാധിപത്യ സംവിധാനം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ നിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ മാറ്റാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അപ്പം അത് മാറ്റുക. അല്ലാതെ നമ്മളുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തെയും ഒക്കെ സംരക്ഷിക്കാതെ വല്ലവരുടെ അച്ചാരം മേടിച്ചിട്ട് അതിന് കൂടെ നിന്ന് ഇന്ത്യ തകർക്കുന്ന സംവിധാനത്തിന് ആ അച്ചാരം ഇനിയും കിട്ടത്തില്ല. അതിനു വേണ്ടിയുള്ള തീരുമാനം കൂടാണ് മോദി അമേരിക്കയിൽ പോയി മസ്കുമായിട്ടും ട്രംപുമായിട്ടും നടത്തിയത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയും ഈ രാജ്യത്ത് ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സോറോസിന്റെ ഡീപ് സ്റ്റേറ്റ് ഇടപാടുകളൊക്കെ തന്നെ അത്തരം ഇടപാടുകൾക്ക് മോദി പൂട്ടിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.